ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയതിന് പിന്നാലെ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. കോളേജിനായി കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് കരുവാറ്റയിൽ വാങ്ങിയ സ്ഥലം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സന്ദർശിച്ചു. കരുവാറ്റയിൽ ദേശീയപാത 66 തൊട്ടടുത്ത് 25 ഏക്കർ സ്ഥലം കഴിഞ്ഞ UDF സർക്കാർ മെഡിക്കൽ കോളേജിനായി ഏറ്റെടുത്തിരുന്നു. അവിടെ എത്തിയ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ പ്രദേശത്തെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളോട് സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. നടപടികൾ വേഗത്തിലാക്കാൻ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വേണം. അപ്പോൾ അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഡെവലപ്പ് ചെയ്യണം. ഈ ലാൻഡിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എത്ര ഉയരത്തിൽ ബിൽഡിങ്സ് കെട്ടാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ഈ ഇലക്ട്രിക് ലൈനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എത്ര മാറിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എല്ലാം ഒന്ന് വിശദമായിട്ടൊരു പഠനം ആദ്യത്തെ ഒരു മാസം വേണ്ടി വരും. മണ്ണ് പരിശോധന വൈകാതെ ആരംഭിക്കും. അക്കാദമിക് ബ്ലോക്കും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുമായിരിക്കും ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. 50 കുട്ടികൾക്കായിരിക്കും പ്രവേശനം. പുതിയ സ്ഥലത്ത് ആശുപത്രി വരുന്നതുവരെ മെഡിക്കൽ കോളേജിന്റെ അനുബന്ധ യൂണിറ്റായി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയെ മാറ്റും. അവിടെ നിലവിൽ 108 കിടക്കകളാണുള്ളത്. ഇത് 150 ഉയർത്തും. അടുത്തയാഴ്ച ആരോഗ്യമന്ത്രിയും മെഡിക്കൽ കോളേജിനായി ഏറ്റെടുത്ത സ്ഥലം സന്ദർശിക്കും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.